Today we have the industry expert, Mr. Mohan Menon, Dean Academics, the Reliant Group of Institution. He is having more than 50 years of experience, of which 35 years of experience in shipping and logistics. Worked with companies like Sealand Shipping, American President Lines, Maersk Lines, Will Williamson, and last position held was with Aspinwall and Company Kochi as their center head logistics division, taken to teaching shipping as a passion. Sir, welcome to the expert talk. Good afternoon, ma'am. Sir, എന്തുകൊണ്ടാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് ഗ്ലോബലി ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത്? ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മാം ബേസിക്കായിട്ട് ഇറ്റ് ഈസ് എ ഗ്ലോബൽ ആക്ടിവിറ്റി. ഷിപ്പിംഗ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാരി കാർഗോ ബേസിക്കലി ഫ്രം എ പോയിൻറ്റ് ടു അനദർ പോയിൻറ്റ്, എ പോർട്ട് ടു അനദർ പോർട്ട്, കവറിംഗ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷൻസ്. Perhaps if you can look back at the international business, it started all with the shipping. The shipping, for example, if we say the cargo was maybe first moved from US, which was a huge agricultural producer, and they decided to move it to Africa, where famishness was, they were undergoing famine, great famine. So that was the first opportunity, perhaps a ship moved across Atlantic and served an African nation. അവിടുന്ന് പല പല ആവശ്യങ്ങൾ കൊണ്ട്, പല പല ഡിമാൻഡ് കൊണ്ട്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൊണ്ട് ഷിപ്പിംഗ് പലതായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഷിപ്പിംഗ് ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മാം കാരണം പറയുന്നത് വൺ ഈസ് ദ കണ്ടെയ്നറൈസേഷൻ ആൻഡ് ദ ന്യൂ വെസൽസ് വിച്ച് ഹാസ് കം ആൻഡ് ദേ ഹാവ് ഓൾസോ അഡോപ്റ്റഡ് ഒരു ഹബ് ആൻഡ് സ്പോക്ക് എന്ന് പറയുന്ന ഒരു സർവീസ് ഡിസൈൻ they have introduced, which have made it very popular. എന്താണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ സസ്റ്റൈനിങ് ഫാക്ടേഴ്സ്? ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ സസ്റ്റൈൻ ഫാക്ടർ എന്ന് പറയുന്നത് മാം, ഐ ടോൾഡ് യു, ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഈസ് സപ്പോസ് ടു ബി എ ഡിറൈവ് ഡിമാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ് ഇറ്റ് ഈസ് എ ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ ഓണസ്റ്റ്ലി. ഇൻ്റർനാഷണൽ ബിസിനസ് തുടങ്ങി, ഇൻ്റർനാഷണൽ ബിസിനസ്സിന് കാർഗോ മൂവ് ചെയ്യാനായിട്ട് അവർക്കൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വന്നു. ആ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു ഷിപ്പിംഗ്. കാരണം കടൽ മാർഗം മാത്രമേ ഇത്രയും കൂടുതൽ കാർഗോ ഒരു സമയത്ത് അറ്റ് എ സ്ട്രെച്ച് അയക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സൈസസ് ഓഫ് ഷിപ്മെൻറ്റ്സ് വേർ സംതിങ് ലൈക്ക് 20,000 30,000 മെട്രിക് ടൺസ് ഓഫ് കാർഗോ. അത് ലിക്വിഡ് ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും എല്ലാം നല്ല വോള്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നീഡ് എ ബോട്ടം വിച്ച് ക്യാൻ ക്യാരി സോ മച്ച് ഓഫ് വോള്യം. സോ സീ ഷിപ്പിംഗ് വാസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി the products have changed, the type of cargo movements have changed, there were new innovations by which the shipping industry or the shipping fraternity, I should say, were taking into account the requirement of the exim trade, and they evolved a lot of changes suiting the customer requirement from time to time, where we have ended up in containers and containerization, what we see today. And the latest, as you know, is delivery by drone. We are going to that level. So this has to sustain because ഞാൻ പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിന് ഷിപ്പിംഗ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിൽക്കേണ്ടി വരും. കാരണം ഇൻ്റർനാഷണൽ ബിസിനസ് ഇല്ലാതെ എനിക്ക് തോന്നാനില്ല ഇന്നത്തെ ഓപ്പറേഷനിൽ ഹ്യൂമൻസ് വിൽ സർവൈവ്. Every nation need products which is produced in various places. We have accustomed to that. Today, in any village, in our nearest town shop, if we go there, we can get any popular global products. For example, you want to buy a Nike shoe, you go to a small town and go to a shoe shop, it is available there. So that is a great charm the international business has got, and as a derived demand, the sea shipping should stay. ഈ ഇൻഡസ്ട്രിയുടെ ലോഞ്ചിവിറ്റിനെ പറ്റി എന്താ സാർ പറയാനുള്ളത്? ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ രാജ്യത്തിൻ്റെയും ഇക്കണോമിയെ വളരെ പോസിറ്റീവായിട്ട് ഇക്കണോമിയിലേക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇൻ്റർനാഷണൽ ട്രേഡ്. ആ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് പല ഫോംസ് കൊണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സിം ട്രേഡ്, ഒരു എക്സ്പോർട്ടർ ഒരു ഇമ്പോർട്ടറെ കണ്ടുപിടിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയിലേക്ക് വന്നു. ഫ്രാഞ്ചൈസി വഴി ഒരുപാട് ബിസിനസ് വരാൻ തുടങ്ങി. നമുക്കിപ്പോൾ മക്ഡൊണാൾഡ്സ് ഒരു എക്സാമ്പിളാണ്, കേഫ് കോഫിയുടെ ഒരു എക്സാമ്പിളാണ്. വി ഹാവ് ഗോട്ട് ദീസ് ഷോപ്സ് അവൈലബിൾ ഗിവിങ് ദ സെയിം ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് പ്രൊഡക്ട്സ് ടു എവരിബഡി. അതിനുശേഷം ജോയിൻറ്റ് വെഞ്ചേഴ്സ് വന്നു.
ജോയിൻറ്റ് വെഞ്ചേഴ്സ് വന്നപ്പോൾ പല രാജ്യങ്ങളിലും പോയി, അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ പോയിട്ട് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഒന്നാമതൊരു എക്സാമ്പിളാണ് ദ മാരുതി സുസുക്കി ഇൻ ഇന്ത്യ, where we were all stuck with the two type of cars like Ambassador and Fiat. From that we got a big change now, and today in our street we can see the latest cars. അതെല്ലാം ആ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വന്നതാണ്. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ സെൻട്രിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിച്ചു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ വന്ന് ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള ഫ്രീഡം നമ്മുടെ ഗവൺമെൻറ് കൊടുത്തു. നൗ ദർ ആർ സോ മെനി FDIs coming to India. I am talking about India-centric because we are in India, but this is happening globally, all over. And another happening place is Africa, if you know. It is a huge continent which has to develop quite a lot. അവിടെ ഇത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രോഡക്ട്സ് മാറിക്കൊണ്ടിരിക്കുക. Now we talk about FDI. We do not know tomorrow what is the new method or what is the new design coming up. അത് വരുമ്പോഴും ഈ ആക്ടിവിറ്റി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ so long as this trading and business is happening, the shipping industry has to stay. സാർ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നൊരു മേഖലയാണ് ഷിപ്പിംഗ്, ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ ഷിപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊരു കരിയറായിട്ട് വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കരിയർ സാധ്യതകളാണുള്ളത്? ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാം, വാട്ട് യു ഹാവ് ആസ്ക്ഡ് മീ. ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി വെർട്ടിക്കൽ. അതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലം നമ്മൾ വി ഹാവ് ടു ഗ്രോ ടു കം ടു എ ലെവൽ ഓഫ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല, കാരണം സാച്ചുറേഷൻ എന്നൊരു പോയിന്റ് ഇതിനുണ്ടാവില്ല. കാരണം ദിസ് ഇൻഡസ്ട്രി ഹാസ് ടു ഫർദർ ഡെവലപ്പ്. കാരണം കസ്റ്റമർ ഡിമാൻഡ്സ് ആർ കീപ് ചേഞ്ചിങ് ഓർ എവർ ചേഞ്ചിങ് നമ്മൾ പറയുന്ന മാതിരി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ചേരുന്ന കുട്ടികൾക്ക് നമ്മുടെ ഈ ഗ്രോത്ത് പാത്ത്, ഇന്ത്യയിലുള്ള ഗ്രോത്ത് പാത്തിൽ കയറിക്കഴിഞ്ഞാൽ, ഐ എം ടെല്ലിങ് യു, ഇന്നിപ്പോൾ ഒരു ഓഫീസറായിട്ടോ ഒരു എക്സിക്യൂട്ടീവ് ലെവലായിട്ടോ കയറുന്ന ഒരു കുട്ടിക്ക് ഒരു 3 കൊല്ലം കൊണ്ട് അയാൾക്ക് ആ ഇൻഡസ്ട്രിയിൽ കൺസോളിഡേറ്റ് ചെയ്യാനും അടുത്തൊരു 5 കൊല്ലം കൊണ്ട് ഇഫ് ഹി ഈസ് എ റിയൽ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ he can get into an assistant manager level. അപ്പോൾ ഈ 5+3 8 or 5+2 7 ഇയേഴ്സ് കൊണ്ട് ഈ ലെവലിൽ പോകാവുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോജിസ്റ്റിക്സും ഷിപ്പിങ്ങും മാത്രമേ ഉള്ളൂ. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമ്മൾ ഏതൊരു ജോലിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഈ മൊണോട്ടണി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്, അതായത് ആവർത്തന വിരസത എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ മൊണോട്ടണി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇൻഡസ്ട്രി, വേറെ ഷിപ്പിംഗ് ആൻഡ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഞാനിപ്പോൾ 35 ഇയേഴ്സ് ആസ് ഐ എം ഇൻട്രൊഡ്യൂസ് ബൈ യു, 35 കൊല്ലം ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. ഞാൻ ഒരിക്കലും ഒരു റിപ്പീറ്റഡ് ജോലി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ദർ ഇസ് എ ചലഞ്ച് എവറി ഡേ. കാരണം നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തൊരു ദിവസം 5 മണിക്ക് ഓഫീസ് വിട്ട് പോകുന്നു, എല്ലാം സെറ്റിലായിന്ന്, പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ മേടി ഒരു ടെലക്സോ അല്ലെങ്കിൽ ഒരു ഇമെയിലോ കാണാം, അങ്ങനെയല്ല ഇങ്ങനെയാണ് ബയർക്ക് വേണ്ടത്, യു ചേഞ്ച് ദ ഹോൾ തിങ്. സോ യു ആർ ഓൾവേസ് ചലഞ്ച്ഡ്. ആ ചലഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്, ഇറ്റ് ഇസ് എ കൺസ്ട്രക്റ്റീവ് തിങ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഒരു നെഗറ്റീവ് സൈഡിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫോർ ദ റൈറ്റ് കാൻഡിഡേറ്റ് ദേ ഫൈൻഡ് എ ഫയർ അറ്റ് ദ വർക്ക് പ്ലേസ് ഓൾവേസ്. അത് ഒരു വളരെ ചാമിങ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, കുട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട്, ഇന്ത്യ ഈസ് ബൈ സൈസ് ഐ ഷുഡ് സേ ഇറ്റ്സ് നോട്ട് എ കൺട്രി, ഇറ്റ്സ് എ കോണ്ടിനെൻറ്റ്, ദറ്റ് ഇസ് അവർ സൈസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് സ്കോപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്. ആ ഡെവലപ്മെൻ്റ് എല്ലാം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇന്ന് ചേരുന്ന കുട്ടികൾക്ക്, ഇന്ന് ചേരുന്നതല്ല, ഒരു 4-5 കൊല്ലത്തേക്ക് ഇനി വരുന്ന കുട്ടികൾക്കെല്ലാം ജോലി കിട്ടാനും കയറി പോകാനുമായിട്ടുള്ള ചാൻസുകളുണ്ടാകും. So naturally when they get upgraded, I'm talking about say 5 years from today, when these guys get upgraded, naturally the lower side should to be filled so that ആ ജോലികളും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ there is a very good there is a good chance that certain sectors of our activity can be replaced by artificial intelligence, like documentation, where you need 101% accuracy in things. അങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാലും ഇതിനകത്ത് സെയിൽസ്, കസ്റ്റമർ സർവീസ്, ഓപ്പറേഷൻസ് ഒക്കെ പറയുന്ന ഒരുപാട് മേഖലകളിൽ ഈ കുട്ടികൾക്ക് ജോലി കിട്ടാനും അതിനകത്ത് മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് നന്നായിട്ട് ജോലി കയറി പോകാനും ആ ഇൻഡസ്ട്രി ഒരു കരിയർ ലൈനായിട്ട് ഉപയോഗിക്കാനും ഒരു സെക്യൂർഡ് ജോബ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് പലർക്കും. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് പല ഇൻഡസ്ട്രിയിലും കുട്ടികൾ പോകുന്നു, ആളുകളെ പറഞ്ഞു വിടുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ വരുന്ന ഒരു ഏരിയ ആയിരിക്കും ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. ഹാസ് shipping industry gone through major changes? If yes, could you please explain it? Yes, definitely. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഫസ്റ്റ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ബൾക്ക് ഷിപ്മെൻ്റ് ആയിരുന്നു. അതായത് ഒരു 20-25,000 ടൺസ് ഓഫ് കാർഗോ ഒരു നോർമൽ സീ വെസലിൽ, സീ വർത്തിയായിട്ടുള്ള ഒരു വെസലിൽ പോകുന്നു, അതൊരു പോർട്ടിൽ പോകുന്നു, ഒരു പോർട്ട് 1 പോർട്ട് ടു 1 പോർട്ടായിട്ട് മൂവ് ചെയ്യുന്നു. അതായത് ഒരു സെല്ലറ്, ഒരു ബയറ്
2 പോർട്സ്, ഒരു ലോഡ് പോർട്ടും ഒരു ഡിസ്ചാർജ് പോർട്ടും എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്തുനിന്ന് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ പോർട്സ് എടുക്കാൻ തുടങ്ങി. ആ മൾട്ടിപ്പിൾ പോർട്സിന് ശേഷം കണ്ടെയ്നറൈസേഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വന്നു. ബിക്കോസ് കണ്ടെയ്നറൈസേഷൻ കെയിം ഇൻ ടു ഷിപ്പിംഗ് ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഡാമേജ് ആൻഡ് ലോസ്. ഈ ലോസ് ആൻഡ് ഡാമേജ്, ഷോർട്ടേജസ്, ടു ബി വെരി സ്പെസിഫിക്, ഷോർട്ടേജസ് ആൻഡ് ഡാമേജസ്, ഇത് രണ്ടും വരുന്ന ബേസിക്കലി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൺവെൻഷണൽ ഷിപ്പിൽ കാർഗോ ലോഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തേന് ഗ്രാബ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതിൽ നിന്ന് കാർഗോ ലൂസായിട്ട് ലോഡ് ചെയ്തിട്ട് എടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ആ ഗ്രാബ് ഡിസ്ചാർജിൽ കംപ്ലീറ്റ് കാർഗോ എടുത്തു പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാച്ച് കവറിൽ കൂടി റെയിനി സീസണിൽ വെള്ളം വന്ന് നനയുക, ആളുകൾ ഉള്ളിൽ ഇറങ്ങി നിന്ന് ജോലി ചെയ്തിട്ട് കാർഗോ ടാർണിഷ്ഡ് ആവുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാർഗോ എക്സ്പോർട്ട് ചെയ്യുന്നതും അവിടെ എത്തുന്നതുമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും ഒരു ഡാമേജിൻ്റെ ഫാക്ടർ ഉണ്ടായിരുന്നു പലതുകൊണ്ട്. അപ്പോൾ ദാറ്റ് വാസ് റെസിസ്റ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് ഗോൺ ടു ദ ഫോറംസ് കംപ്രൈസിങ് ഓഫ് സീപോർട്സ്, സ്റ്റീവഡോഴ്സ്, ഷിപ്പിംഗ് കമ്പനീസ്, ഈവൻ ദ ഗവൺമെൻറ് നോമിനീസ്, ഇങ്ങനെയുള്ളൊരു വന്നിട്ടാണ് നമ്മൾ ഈ കൺവെൻഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എല്ലാം മാമിന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിലേക്ക് വന്നത്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സീ കാരേജ് കുറച്ചും കൂടി സ്റ്റഡി ആക്കാനും പ്രോബ്ലംസ് ഇല്ലാത്ത കാര്യങ്ങൾ മൂവ് ചെയ്യാനും കസ്റ്റമർക്ക് ആ കൊടുക്കുന്ന ഇൻഷുറൻസ് കവർ കുറച്ചും കൂടി കറക്റ്റ് ആവാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ എന്നൊരു കൺസെപ്റ്റ് ഷിപ്പിങ്ങിൽ വന്നത്. അതായത് നമ്മൾ എവിടെയാണോ കാർഗോ ഒറിജിൻ വരുന്നത് അവിടുന്ന് കാർഗോ എടുക്കുന്നു, ലാൻഡ് ഹോൾ വന്നിട്ട് പോർട്ടിൽ വന്ന് പോർട്ടിൽ നിന്ന് സീ ഹോളിൽ പോയി പോർട്ട് ഓഫ് ഡിസ്ചാർജിൽ നിന്ന് തിരികെ ലാൻഡ് ഹോളിൽ റിസീവറുടെ വെയർഹൗസിൽ ഡെലിവറി കൊടുക്കുന്നു. അങ്ങനെ സ്റ്റൈൽ വന്നത്. അത് വന്നതോടുകൂടി ദിസ് ഇൻഡസ്ട്രി ഹാസ് ബിക്കം 100% സെക്യൂർഡ് ഇൻഡസ്ട്രിയായി. അതായത് കാർഗോ ഷിപ്പർ സ്റ്റഫ് ചെയ്യുന്നു, എക്സ്പോർട്ടർ സ്റ്റഫ് ചെയ്യുന്നു. നാച്ചുറലി ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഹിസ് കാർഗോ ഇൻ ടു ദ കണ്ടെയ്നർ. ഹി വിൽ ടേക്ക് കെയർ ഓഫ് ദ കണ്ടെയ്നർ. പോയിന്റ് നമ്പർ 1. അവിടുന്ന് അത് സീൽ ചെയ്ത് ഇൻടാക്റ്റ് ആക്കിയിട്ട് അത് കപ്പലിൽ കയറി കപ്പലിൽ നിന്ന് യാത്ര ചെയ്ത് അവിടുന്ന് ഓൺലൈൻ പോയി കഴിഞ്ഞിട്ട് ഈവൻ ബയർ ടേക്സ് ഇറ്റ് ടു ഹിസ് വെയർ ഹൗസ്. ദ സീൽ വിച്ച് ഈസ് അഫിക്സ്ഡ് ബൈ ദ ഷിപ്പർ ഈസ് ബ്രോക്കൺ ബൈ ദ ബയർ അറ്റ് ഹിസ് ഡെസ്റ്റിനേഷൻ. സോ ദ കാർഗോ ഗോസ് സോ ഇൻടാക്ട്. എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലെയിം അല്ലെങ്കിൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഹാസ് ബിക്കം 0%. ദാറ്റ് ഈസ് ദ ചാം ഓഫ് എന്ത്. അപ്പോൾ അത് നേടിയെടുത്തത് തന്നെ ഈ ഒരു ഫോറമുണ്ട്, IMO മാതിരിയുള്ളൊരു ഫോറമുണ്ട്. ആ ഫോറത്തിൽ ദേ ലിസൺ ടു ദ എക്സ്പോർട്ടേഴ്സ്, ദേ ലിസൺ ടു ദ പോർട്ട് ഒഫീഷ്യൽസ്, ദേ ലിസൺ ടു ദ സർവേയേഴ്സ്, ദേ ലിസൺ ടു സ്റ്റീവഡോഴ്സ്. അപ്പോൾ ഇവരൊക്കെയാണ് കാർഗോ ഹാൻഡ്ലിങ്ങിൽ മെയിനായിട്ടുള്ള ആൾക്കാർ. ഫ്രം ടൈം ടു ടൈം അവർ അഡാപ്റ്റ് ചെയ്ത് വേണ്ട ആവശ്യമായ ചേഞ്ചസ് വരുത്തി റൈഡേഴ്സ് ആൻഡ് റൂൾസും നോംസ് പുതിയത് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ നേരിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ബിക്കം സോ മച്ച് എ കസ്റ്റമർ ഫ്രണ്ട്ലി ബിസിനസ്. I have been in shipping for 35 years. I have worked with 3 multinational companies. I have never come across a major claim of damage or loss. Never. അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴും ഇറ്റ് ഹാസ് ഓൺലി ഇംപ്രൂവ്ഡ്. ഇറ്റ് ഹാസ് ഫർദർ ഇംപ്രൂവ്ഡ് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ദിസ് തിങ്. കാരണം നമ്മൾ ആ ബൾക്ക് വെസലിൽ നിന്ന് നമുക്ക് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത്രയും ടെക്നോളജി ഡെവലപ്മെൻറ്റും തിങ്ക് കപ്പാസിറ്റിയും എല്ലാം കൂടി നമ്മൾ ഇത്രയും മോഡേൺ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇനിയും നമുക്ക് ഇന്നോവേറ്റീവായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഡെവലപ്പ്. ആൻഡ് ഇപ്പോഴത്തെ മാമിന് അറിയാമല്ലോ, ഇപ്പോഴത്തെ പുതിയ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് അബൌട്ട് 25,000 TEUs. ഹ്യൂജ് ഷിപ്സ്, ആസ് ബിഗ് ആസ് ഫ്യൂ ഫുട്ബോൾ കോർട്സ്. അത്രയും വലിയ ഷിപ്പുകളാണ് വരുന്നത്. കണ്ടമാനം കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് യൂണിറ്റ് കോസ്റ്റ് നല്ലോണം കുറയാൻ തുടങ്ങി. യൂണിറ്റ് കോസ്റ്റ് വളരെ കുറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പം ഞാനൊക്കെ ഷിപ്പിംഗ് തുടങ്ങുമ്പോൾ ഒരു സെക്ടറിൽ സേ $2,000 കാർഗോ പോയിരുന്നെങ്കിൽ ഇന്നത് പോകുന്നത് മേ ബി $800, $750 അത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് കോമ്പറ്റീഷൻ. ഇറ്റ് ഇസ് ബിക്കോസ് ദ ഓപ്പറേഷൻ കോസ്റ്റ് ഓഫ് ദ ഷിപ്പിംഗ് കമ്പനീസ് ഹാവ് കം ഡൗൺ ബൈ ഇൻക്രീസിങ് ദ കപ്പാസിറ്റി. സോ യൂണിറ്റ് കോസ്റ്റ് ഹാസ് ഓട്ടോമാറ്റിക്കലി കം ഡൗൺ. ഒരു 1000 കണ്ടെയ്നർ എടുക്കാവുന്ന ഒരു ഷിപ്പ് പോകുന്നതും 10,000 കണ്ടെയ്നർ പോകുന്ന ഷിപ്പ് എടുക്കുന്നതുമായിട്ടുള്ള കോസ്റ്റിൽ വരുന്ന ഡിഫറൻസ് റിലേറ്റീവ്. ഓഫ് കോഴ്സ് ആ ഷിപ്പിൻ്റെ ബിൽഡിംഗ് കോസ്റ്റ് ഈസ് ഹൈ. അത് കഴിഞ്ഞാൽ ഓപ്പറേഷണൽ കോസ്റ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് മച്ച് ലെസ്. എ ബിഗർ ഷിപ്പ് ഈസ് മച്ച് ലെസ്. അതുകൊണ്ട് അവർക്ക് കോമ്പറ്റീറ്റീവ് റേറ്റ് കൊടുക്കാൻ തുടങ്ങി, ഫാസ്റ്റർ ട്രാൻസിറ്റ് ടൈം കൊടുക്കാൻ തുടങ്ങി, ഷിപ്പിൻ്റെ ഓപ്പറേഷൻസ് ഈസിയായി, ഗാൻട്രി ക്രെയിൻസ് അങ്ങനെയുള്ള പുതിയ സംഭവങ്ങൾ വന്നു കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ. സോ ഇറ്റ് ഈസ് doing very well. It has undergone thorough changes in many things. It was 100% customer centric, and I feel it will continue to be like that, and it will be more supporting to the exim trade globally. കടൽ മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ സേഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മോഡായിട്ട് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണത്?
Of course, it is one of the safest mode of അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 35 years I was in shipping. I worked with 3 different shipping companies. The forwarders which I worked with were also using shipping companies. My last company was one of the prominent shipping agency house in India. ഞങ്ങൾക്ക് ആർക്കും കണ്ടെയ്നറൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഷിപ്മെൻറ്റിന് ഒരു ക്ലെയിം ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നില്ല. നോട്ട് എ സീരിയസ് ക്ലെയിം. ദർ മേ ബി ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു, അതുകൊണ്ട് ചെറിയ മൈനർ കാര്യങ്ങളല്ലാതെ ഒരു മേജർ ഇഷ്യൂ ആസ് ഫാർ ആസ് കാർഗോ ക്യാരേജ് ആൻഡ് ഡെലിവറി എന്നുള്ള കാര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിങ്ങിൽ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. വൺ ഈസ് നോ കണ്ടെയ്നർ ക്യാൻ സ്റ്റേ എംപ്റ്റി അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം ബിക്കോസ് ദർ ഇസ് എ ലോസ് ടു ദ ship owner or the shipping company. Second point is that we can never entertain a claim. That is a big loss. കാരണം ഇതിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നവർ ഓക്കെ യു ഷിപ്പ് എ കാർഗോ ഫ്രം എ പോയിൻറ്റ് ടു എ ബി പോയിൻറ്റ് ഫ്രം എ ടു ബി. ഇഫ് യു തിങ്ക് ദാറ്റ് ബി ഈസ് ദ കൺസ്യൂമർ ഓഫ് ദ കാർഗോ, വി ആർ റോങ്. ബി ഹാസ് ഗോട്ട് എ കമ്മിറ്റ്മെൻറ്റ് ടു മേ ബി XYZ and he gets the cargo, he processes it or he send it to the processing unit, then he send it as a finished product to the suppliers. So his commitment is multiple. His commitment first is getting the cargo, second is processing it. For example, you take coffee. Somebody may be having flavored coffee, somebody may be wanting instant coffee, somebody may be wanting a different type of formulation. Depending on the country where he is trading, they have to formulate the product and send it. So his commitment is huge. A receiver's commitment, a buyer's commitment is huge. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സീല് നമ്മൾ കാർഗോ അയക്കുന്നു, നമ്മൾ വോളിയംസ് അയക്കുന്നു. ആ വോളിയംസ് അയക്കുന്നത് നമ്മൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൽ അയക്കുന്നു. ഐ നോ എ കസ്റ്റമർ ഫ്രം സൗത്ത് ഇന്ത്യ ഹൂ യൂസ് ടു ഷിപ്പ് റെഡ് ചില്ലീസ്. റെഡ് ചില്ലീസ് മാം ആസ് യു നോ ഇസ് എ വളരെ വോളിയമുള്ള കാർഗോ ആണ്, വെരി ലൈറ്റ് ആൻഡ് വെരി വോളിയം കാർഗോ. അദ്ദേഹം ആ കാർഗോ ഷിപ്പ് ചെയ്തിരുന്നത് ഇതുപോലെ ഒരു ബൾക്ക് കപ്പലിലാണ് ഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇതിന് ഭയങ്കര സംരംഭം തന്നെ വേണ്ടി വന്നു. കാർഗോ കൊണ്ടുവരിക, സ്റ്റോർ ചെയ്യുക, ഈ സ്ഥലത്തുള്ള വെയർ ഹൗസ് മുഴുക്ക വാടകയ്ക്ക് എടുത്ത് അതിൻ്റെ സാധനങ്ങൾ വയ്ക്കുക, അതിനകത്ത് ആ കാർഗോ ഡാമേജ് ചെയ്യുക. I was a sales executive at that point of time and I met him, I talked to him. You won't believe, he accepted containers and he started using containers paying 300% more freight. Still it was profitable for him. 300% more. That is how we did that business. And we introduced a new container. We introduced means our shipping company brought a new container called the ventilator containers, where the sun-dried cargo normally sweat inside the container because it contains some moisture. അപ്പോൾ ചൂട് കൂടുമ്പോൾ അത് മോയ്സ്ചർ സ്വെറ്റ് ചെയ്തിട്ട് ഇറ്റ് ലീഡ്സ് ടു ഫംഗസ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗസ് ഡാമേജ് വരാതിരിക്കാനായിട്ട് ദ വെന്റിലേറ്റർ കണ്ടെയ്നേഴ്സ് വിൽ ഹാവ് ദ എയർ ഫ്ലോ ഇൻ ടു ദ കണ്ടെയ്നർ ആൻഡ് ഫ്രം ഔട്ട്സൈഡ് ഈ വേപ്പർ എല്ലാം പുറത്തോട്ട് പോകുന്ന കാർഗോ യൂസ് ടു ബി ഡെലിവേർഡ് ഇൻടാക്റ്റ്. അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കടൽ മാർഗം പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം 1000 ടൺ അല്ലെങ്കിൽ 1200 ടൺ ഒരുമിച്ച് സൂക്ഷിച്ച് വെച്ച് ഒരു കപ്പലിൽ ഷിപ്പ് ചെയ്യുന്ന ആൾക്ക് ഒരു 50 ടൺ വീതം അയച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ പറ്റിയേ? ദാറ്റ് വാസ് മേ ബി നമ്മൾ ഇന്ന് പറയുന്ന സപ്ലൈ ചെയിൻ ഒരു 30 കൊല്ലം മുമ്പ് സംഭവിച്ചാണ് ആ കാണുന്നത്. കാരണം അവിടെ ഒരു പ്രൊഡക്ഷൻ സൈക്കിളുണ്ട്. ആ പ്രൊഡക്ഷൻ സൈക്കിളിലേക്ക് റോ മെറ്റീരിയൽ എന്ന് ആവശ്യമുണ്ടോ അന്ന് കണ്ടെയ്നേഴ്സിലേക്ക് കാർഗോ എത്തുന്നു. സോ his shipment, he will plan it in such a way to fall into that cycle where the cargo should be further processed. അപ്പോൾ ഒരു 50 ടൺ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മാസം കൊണ്ട് 50 ടൺ കാർഗോ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് ബൈ ദ ടൈം ഒരു മാസം കൊണ്ട് വരുമ്പോൾ ഈ 50 ടൺ വിൽ ബി പ്രോസസ്ഡ്. അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഹി വിൽ മേക്ക് ഇറ്റ് 2 shipments അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ. കാരണം വി ഹാഡ് വീക്ക്ലി സെയിലിംഗ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നും കണ്ടെയ്നറൈസേഷനും കാർഗോ മൂവ്മെൻറ്റും എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർക്ക് സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ക്യാൻ ഫർദർ ഇംപ്രൂവ് ആൻഡ് ഫർദർ ഇറ്റ് വിൽ ബി ഡെവലപ്ഡ് ഓൾസോ. സോ കടൽ മാർഗമുള്ള ഷിപ്മെൻറ്റ് കൊണ്ട് യാതൊരു ഒരു 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 സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല, ഒരു റിസ്കിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഗോയിങ് വെരി സ്മൂത്ത് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു. ആൻഡ് ദർ ആർ സോ മെനി പ്രൊട്ടക്റ്റീവ് ക്ലോസസ്. ഞാൻ നേരത്തെ പറഞ്ഞ കൺവെൻഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻ കേസ് ദർ ഇസ് എ മിസ്സാപ്പ് which is human, can happen anytime in any industry, there is a protective measures also. So I feel it will comfortably stay. സർ, ഈ ഒരു സെഷനിലൂടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം സ്റ്റുഡൻസിന് തന്നെ ഈ ഒരു ഫീൽഡിൽ പുതിയതായി ജോലി നോക്കുന്ന കുട്ടികളാണല്ലോ, അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് സാറിൽ നിന്ന് നമുക്ക് കിട്ടിയത്. സോ നമുക്ക് വേണ്ടി ഇത്രയും സാറിൻ്റെ വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച് സർ. Thank you so much. Namaskar. Thank you.